ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാമ്പത്തിക ലോകത്തെ പ്രധാന തലക്കെട്ടുകൾ. പലിശ ഭീതിയിൽ ആഗോള വിപണികൾ. പാശ്ചാത്യ വിപണികളിലെ ഇടിവ് ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയാകും. മാർച്ചിലെ ചില്ലറ വിലക്കയറ്റ നിരക്ക് ഇന്ന്. ഡോളർ മൂല്യം മുന്നോട്ട്. 10 വർഷ ബോണ്ട് ഈൽഡ് 4.47%. റെക്കോർഡ് കുറിച്ച സ്വർണ്ണവില ഔൺസിന് $2,336 സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ക്രൂഡ് വില $90 മുകളിൽ. ക്രിപ്റ്റോ കറൻസികൾക്ക് ചാഞ്ചാട്ടം. ബിറ്റ്കോയിൻ മൂല്യം $70,100. പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കി അമേരിക്കയിൽ റീറ്റെയിൽ പണപ്പെരുപ്പം 3.5% കുതിച്ചുയർന്നു. ആഗോള സമ്പദ് രംഗത്ത് നിരാശ. തിരിച്ചടിയായത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റം. പണപ്പെരുപ്പം പരിധി കടന്നതിനാൽ പലിശ കുറയ്ക്കൽ ഉടനുണ്ടാകില്ലെന്ന് ഫെഡ് ചെയർ ജെറോം പവൽ. ലോകത്തെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായ ചൈന തളർച്ചയിലെന്ന് റേറ്റിംഗ് ഏജൻസി ഫിച്ച്. ചൈനയുടെ റേറ്റിംഗ് നെഗറ്റീവായി താഴ്ത്തി. സമ്പദ് വ്യവസ്ഥ തളർച്ചയിലെന്നും കടബാധ്യതയേറുന്നുവെന്നും വിലയിരുത്തൽ. പ്രാദേശിക സർക്കാരുകൾ കടക്കണിയിലെന്നും റിപ്പോർട്ട്. ധനക്കമ്മി 5.8% നിന്ന് 7.1% കുത്തനെ ഉയരുമെന്നും ഫിച്ച്. ഇന്ത്യ തിളങ്ങുമെന്ന് ADB. വളർച്ചാ പ്രതീക്ഷ 7% ഉയർത്തി. ഉപകരണങ്ങളിലെ ക്ഷുദ്ര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഭാഷ മാറ്റി ആപ്പിൾ. സ്റ്റേറ്റ് സ്പോൺസേഡ് ആക്രമണങ്ങൾ എന്ന പദം മാറ്റി കൂലിപ്പടയാളി സ്പൈവെയർ എന്ന പുതിയ മുന്നറിയിപ്പ്. ഭാഷാമാറ്റം ഇന്ത്യ ഉൾപ്പെടെ 92 രാജ്യങ്ങൾക്ക് ബാധകം. മാൽവെയറുകൾ ഏറ്റവും വികസിത ഡിജിറ്റൽ ഭീഷണികളിലൊന്നെന്നും മുന്നറിയിപ്പ്. 2021 മുതൽ 150 രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ആപ്പിൾ. നിക്ഷേപകരൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അമേരിക്കയിലെ ചില്ലറ വിലക്കയറ്റം ഇന്നലെ വന്നു. ചില്ലറ വിലക്കയറ്റം മാർച്ചിൽ 3.5% ഉയർന്നു. അതുകൊണ്ട് തന്നെ ഇനി പലിശ നിരക്ക് ഉടനെ താഴ്ത്താനൊരു സാധ്യതയില്ല എന്ന് ജെറോം പവൽ പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് US വിപണികൾ, യൂറോപ്യൻ വിപണികൾ, ആഗോള വിപണികൾ മൊത്തം ഒരു തകർച്ചയിലായി. അത് ഇന്ത്യൻ വിപണിയിലേക്കും ഇന്ന് ബാധിക്കും. അതിൻ്റെ ഒരു ട്രെൻഡാണ് ഇന്ന് രാവിലെ തന്നെ കാണുന്നത്. ഇന്ന് നമ്മൾ വിപണിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാർത്ത ഗോൾഡിൻ്റെ വിലക്കയറ്റമാണ്. സ്വർണ്ണവില പവന് ചരിത്രത്തിലാദ്യമായി 53,000 എന്ന നില കടന്നു. ഈ മാസം ഈ 12 ദിവസം കൊണ്ട് മാത്രം പവന് കൂടിയത് 2,880 രൂപയാണ്. ഒരു നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവർക്ക് ഇത് നേട്ടമാണെന്നാണ് പറയുന്നത്. അതേസമയം സ്വർണം ആഭരണ രൂപത്തിൽ വാങ്ങുന്നവർക്ക് അതൊരു കഷ്ടത്തിൻ്റെ കാലവുമാണ്. വിഷുവും ഉത്സവം, വിവാഹം ഇതൊക്കെ വരുന്ന സമയമാണ്. 60,000 മുകളിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു പവൻ ആഭരണം കിട്ടൂ എന്ന അവസ്ഥയാണ്. ഇത് ഈ മാസം 8ാമത്തെ തവണയാണ് സ്വർണത്തിൻ്റെ വില സ്വന്തം റെക്കോർഡ് ഭേദിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 6,720 രൂപയാണ് ഇന്ന് ഗ്രാമിൻ്റെ വില. 800 രൂപയാണ് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് പവന് കൂടിയത്. ഇനി വിപണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശീയ ഓഹരി വിപണിയിൽ ഇടിവാണ് കാണുന്നത്. 30 പോയിന്റ് താഴ്ന്ന് 22,723 എന്ന നിലയിലാണ്. പലിശ നിരക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതുകൊണ്ട് അമേരിക്ക പലിശ നിരക്ക് ഉടൻ കുറയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിങ്, ധനകാര്യ സെക്ടറുകളെല്ലാം ഇന്ന് ഇടിവിലാണ്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 74,668 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. മാർക്കറ്റിനെ കുറിച്ച് വിശകലനം ചെയ്യാനായി ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. എന്തായാലും അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വാർത്ത അത് ഇന്ത്യൻ വിപണികളെയും ബാധിക്കുന്നു. വളരെ പ്രതീക്ഷയിൽ റെക്കോർഡൊക്കെ തകർന്നു മുന്നേറിയ വിപണികൾ ഇപ്പോൾ ഒരു ഇടിവിലാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ സ്വർണ്ണവില, ഈ പലിശപ്പേടി നിൽക്കുമ്പോഴും സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഗോൾഡ് ETF-ലൊക്കെ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു സമയമാണോ ഇത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. മാർക്കറ്റ് ഇന്ന് ഒരു ഗ്യാപ് ഡൗണിൽ, അതായത് താഴെയാണ് ഓപ്പൺ ചെയ്തത്. അതിന് ശേഷവും മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഏകദേശം 100 പോയിന്റ് വരെ നിഫ്റ്റി താഴെയാണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും 22,600 ലെവലിൽ നിഫ്റ്റിയെ സംബന്ധിച്ചോളം നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാം. US-ലെ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടിയ ഒരു ഇൻഫ്ലേഷൻ വന്നു എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളത്. അത് പ്രകാരം ഗ്ലോബലി എല്ലാ മാർക്കറ്റും ഇന്നലെ തന്നെ താഴെയായിരുന്നു. ഇന്നും ഏഷ്യൻ മാർക്കറ്റില് പല മാർക്കറ്റുകളും താഴെ തന്നെയാണ്. ഹോങ്കോങ് മാർക്കറ്റൊക്കെ താഴെ തന്നെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് താഴെ പോകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. US ഇവിടെയും ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ കുറച്ചും കൂടി കാലതാമസം എടുക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്നാൽ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ETF ആണ് ഏറ്റവും നല്ല ഗോൾഡിലെ നിക്ഷേപം. കാരണം എന്താ കഴിഞ്ഞാൽ ഗോൾഡിലെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മറ്റ് എക്സ്പെൻസുകളോ ചാർജസോ ഒന്നും വരുന്നില്ല. കൃത്യമായ സ്വർണം, കൃത്യമായ ഗ്രാമില്, കൃത്യമായ
തങ്കത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഈ ആയി കിട്ടും. അത് മാത്രമല്ല അത് അവർക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാം. മാർക്കറ്റ് ഗോൾഡിന്റെ വില കൂടുന്നതനുസരിച്ച് അവർക്ക് എപ്പോ വേണമെങ്കിലും വിൽക്കാം. ശരി, താങ്ക് യു വളരെ ശ്രീ ലിക്വിഡ് ആയിട്ടുള്ള ഒരു പോൾ തോമസ്. എന്തായാലും ഗോൾഡ് ETF-കളിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് നല്ല കാലമാണ്. 1925 വെറും 13.25 രൂപ പവനുള്ള ഗോൾഡിനാണ് ഇന്നിപ്പോൾ 53,760 എത്തിയിരിക്കുന്നത്. 2000-ലൊക്കെ നമുക്കറിയാം വില 3,220 രൂപയൊക്കെ ആയിരുന്നു പവന്. അതിൽ നിന്നാണ് ഇത്ര വലിയൊരു കയറ്റം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കാമെന്നാണ് പോൾ തോമസ് പറയുന്നത്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്.